പെരുമാട്ടി പഞ്ചായത്ത് പ്രോഗ്രസീവ് യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പാറക്കളത്ത് നടത്തിയ പരിപാടി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA ഉദ്ഘാടനം ചെയ്തു. PSC പരീക്ഷയ്ക്കാണ് കൂടുതൽ നോക്കുന്നത് അല്ലേ? കൈയ്യടി കൊടുക്കണം കേട്ടോ. പോലീസിൽ 1ാം റാങ്ക് നേടിയതാണ്. എവിടെയെങ്കിലും നമ്മളൊന്ന് തോൽക്കും, എക്സാമിന് തോൽക്കണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും പങ്കെടുത്ത് എന്തെങ്കിലും തോറ്റാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നവരാരും വിചാരിക്കേണ്ട. പരാജയങ്ങൾ എങ്ങനെ നന്നായി മാനേജ് ചെയ്തു അവരാണ് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവുക. അപ്പം നിങ്ങൾ കുട്ടികളെല്ലാവരും പഠിക്കേണ്ടത് തോൽവികൾ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അതിൽ വിഷമിച്ച് തലകുനിച്ചിരിക്കാതെ ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല വിജയത്തിനുള്ള ചവിട്ടുപിടി. അപ്പോൾ അത് മാത്രം ആലോചിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. വിദ്യാഭ്യാസത്തോടൊപ്പം നിങ്ങൾ കളിക്കലും കായികമായും കലാപരമായും നിങ്ങൾ എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവൻ പുറത്തെടുക്കണം. ഇപ്പം മുഴുവൻ പഠിച്ചിട്ട് പോയ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ സത്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. പാരൻസ് പിന്നെ അച്ഛനമ്മമാർ പിന്നെ നമ്മൾ വിളിക്കില്ല എന്ന്. കാരണം ഞാൻ അതിൽ പറഞ്ഞ കാരണമുണ്ട്. ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഇപ്പം നമ്മൾ പഠിക്കുന്ന 84% കാര്യങ്ങളും 2035 ആകുമ്പോൾ നമുക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്ന 84% കാര്യങ്ങളും ഭാവിയിൽ ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. പല കാര്യങ്ങളും പഠിച്ച് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിലുണ്ടാവും. STD ബൂത്ത് ബോർഡിംഗ് ആണുണ്ടാവും. STD ബൂത്ത് മുഴുവൻ പൊട്ടി CD കടയാക്കി ബോർഡിംഗ് ആണുണ്ടാവും. ലോകം അത്ര സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന പല കാര്യവും 10 കൊല്ലം കഴിയുമ്പോൾ നാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യണം അറിയോ? മാറ്റം അപ്ഡേറ്റ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകണം. PYC പ്രസിഡന്റ് ശേഖരൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KC പ്രീത് മുഖ്യാതിഥിയായി. സുനിൽ അണ്ണാക്കോട്, ശ്രീനാഥ്, ചെന്താമരാക്ഷൻ, ജോഷിത്, സുരേന്ദ്രൻ, പപ്പൻ എന്നിവർ പങ്കെടുത്തു. PYC ജനറൽ സെക്രട്ടറി ജയൻ സ്വാഗതം പറഞ്ഞു.